ഇന്നത്തെ നമ്മുടെ വിശേഷവും റെസിപ്പിയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇന്നതേ ഞാൻ പൈനാപ്പിൾ കൊണ്ട് നല്ല സൂപ്പർ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരു ചക്കക്കുഞ്ഞും കൂടെ കൊണ്ട് നല്ലൊരു തോരൻ. ഇതിന് മുമ്പായിട്ട് ഞാൻ ചക്കക്കുരുവും ചക്കക്കുഞ്ഞിയും കൊണ്ട് തോരൻ വെച്ചപ്പോൾ നമ്മുടെ സ്വപ്നലോകത്തിലെ സ്വപ്നയില്ലേ, സ്വപ്നയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്കക്കുഞ്ഞി എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ചു തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കയുടെ ചകിണി എന്നാണ് സ്വപ്ന അതിൽ കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു മാറിപ്പോയതായിരിക്കും, ചക്ക കൂഞ്ഞിയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൂഞ്ഞി എടുത്തിട്ട് നമ്മുടെ ചുളയായിട്ട് ചേർന്നുള്ള ആ ഒരു പാർട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണേ. അവിടെ കുറച്ച് കട്ടി കൂടുതലുള്ളതാണ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വീതിയിൽ, എത്രത്തോളം വീതി നമ്മുടെ ഈ കൂഞ്ഞിക്കുണ്ടോ അത്ര വീതിയിൽ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കത്തിക്ക് നല്ല മൂർച്ച ആവശ്യമാണ് കേട്ടോ നമ്മളത് കരിയുന്ന സമയത്ത്. ഇതിനും നല്ല എല്ലാത്തിനും കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. നമ്മൾ അരിയുന്നത് കാണാനും നല്ല ഭംഗിയാണ്, പെട്ടെന്ന് നമുക്കിത് നല്ല ഷേപ്പിലൊക്കെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ കത്തിക്കൊന്ന് മൂർച്ച കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഈ വലിപ്പത്തിൽ ഒന്ന് ഇതുപോലെ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് കനം കുറച്ചിട്ട്, തീരെ അങ്ങ് ലോലമായിട്ട് അരിഞ്ഞെടുക്കേണ്ട, എങ്കിലും ഒരുവിധം ഒന്ന് കട്ടി കുറച്ചെടുക്കുക. ഈ ഒരു കനം കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇനി പൊടിയായിട്ട് കൊത്തി വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. എനിക്കിതാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലൊരു കട്ടിംഗ് ബോർഡിൽ അങ്ങനെ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇതേ കണ്ടോ, ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് കീറിയെടുത്തിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. സ്വപ്നയ്ക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതേ കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഇപ്പം നമുക്ക് ചക്കയും ചക്കക്കുരുവും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണല്ലോ തോരൻ വയ്ക്കാനൊക്കെ ആയിട്ട് നല്ല സംഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ചക്കക്കുരുവും ചക്കക്കുഞ്ഞും ഞാനിങ്ങനെ ഒരുപാടധികം ഉപയോഗിക്കാറില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇതൊക്കെ ഒട്ടും തന്നെ കളയുകയില്ല. ഇതുപോലെ ചക്കക്കുരു ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് ചക്കക്കൂഞ്ഞി അരിഞ്ഞതുപോലെ അത്രയും ചെറുതാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. ചക്കക്കുരു വെച്ചിട്ട് അതിലേക്ക് ഇത് ചക്ക കൂഞ്ഞി ചേർത്ത് കൊടുക്കുകയാണ്. അരിഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുഞ്ഞി ഒന്നുകൂടെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചക്കക്കുഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചക്ക കൂഞ്ഞിക്ക് ഒരല്പം വേവുണ്ട്, ചക്ക കുരുവിനും അതുപോലെ തന്നെയാണ്. കുറച്ച് മതി, അരക്കപ്പോളം വെള്ളം മതി. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചക്കക്കൂഞ്ഞി അരിയുന്നത് എങ്ങനെയാണെന്ന് സ്വപ്ന ചോദിച്ചുകൊണ്ടാണ് ഞാൻ അരിയുന്നതും കൂടെ കാണിച്ചിട്ട്, അല്ല ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. അത് നമ്മുടെ ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംശയം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ തോരനും കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഞാനവിടെ ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തൊട്ട് എപ്പോഴും പറയണമെന്ന് വിചാരിക്കും, എനിക്ക് ഗ്ലാസിൻ്റെ ആവശ്യമില്ല ഇനി. പക്ഷേ ഈ ആവിയൊക്കെ അടിക്കുമല്ലോ, നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് സവോളയാണ്. ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങ എന്തായാലും ചേർക്കണം കേട്ടോ. തേങ്ങ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എന്നിട്ട് അതോടെ ചേർത്ത് അത് ഞാൻ അടച്ച് വെച്ചു. ഇനി ഉണ്ടല്ലോ പൈനാപ്പിൾ ഉണ്ട്, നമുക്ക് പൈനാപ്പിൾ കൊണ്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ തോരനും അരയ്ക്കും പോലെ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ഇത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ പൈനാപ്പിൾ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കണം. പിന്നെ ജ്യൂസും കൂടെ അടിക്കുന്നുണ്ട് ബാക്കി. ഇതിരുന്നാലും കേടായി പോകും. ഞാനിത് കട്ട് ചെയ്ത സമയത്ത് എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ, നല്ലതുപോലെ കൈ മുറിഞ്ഞു. അതുകൊണ്ട് ഞാൻ മാക്സിമം അത് ആ ഒരു ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ഇത് തോരൻ ഇളക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പം സ്ലോ ജ്യൂസറിൽ ഞാൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അല്പം കട്ടിയായിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പൈനാപ്പിൾ സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കിടുക്കാച്ച ടേസ്റ്റാണ്. ഇത് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്കും നമുക്ക് വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത്. എളുപ്പമാണ്, ഒരു 3-4 മിനിറ്റ് തന്നെ മതി നമുക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ജ്യൂസ് അടിക്കാം.
കൈ മുറിഞ്ഞതാണ് ഞാൻ കാണിച്ചത് കേട്ടത്. അപ്പോൾ ഇതിന് ബാക്കിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തോലും ആ കൂഞ്ഞിയൊക്കെ കളഞ്ഞിട്ടെടുക്കണം. അപ്പം നമുക്ക് ചക്കക്കുരു അവിടെ ഇരുന്നിട്ട് വേകുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സർജറിയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്തുണ്ടല്ലോ, കണ്ണിൻ്റെ സർജറിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മാസത്തേക്ക്, 2 മാസമാണ് കേട്ടോ അവർ പറയുന്നത്. നമ്മൾ ഐ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, പൗഡർ ഇടാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ കണ്ണെഴുതുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ, പക്ഷേ അല്ലാതെ മേക്കപ്പ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പൗഡർ വല്ലപ്പോഴും ഒക്കെ, ഒന്നും പൗഡർ ഇടണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ സർജറിയെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജ്യൂസറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ ചക്കക്കുരു ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജാറുണ്ടല്ലോ, ഇത് എടുക്കണോ അതോ ഗ്ലാസ് മതിയോ എന്നാണ് നോക്കിയത്. അപ്പോൾ പിന്നെ കഴുകണ്ടല്ലോ, എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഗ്ലാസ് കഴുകണം, എന്തായാലും കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുക്കണം. അപ്പോൾ പിന്നെ ജാറും കഴുകണം. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സിൽ തന്നെ സംഭവം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം ഈ ജോലികൾ ചെയ്യുന്ന കൂട്ടത്തിലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ എന്തെങ്കിലുമൊക്കെ നമ്മളിട്ട് കുടിച്ചുകൊണ്ട് നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലികളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് പ്രത്യേക ഒരു ഉന്മേഷവും ഒരു ഉണർവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊന്നും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ജോലി ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ വെള്ളം പോലും എടുത്ത് കുടിക്കുന്നത് അതിന് ശേഷമായിരിക്കും. ഇപ്പം ഞാനത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ചെയ്യുന്ന അടുത്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഞാൻ നേരത്തെ നമ്മുടെ പീലറിൽ വെളുത്തുള്ളി പൊളിക്കുന്ന ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വളരെ ചെറുതായിട്ടുള്ള ബാക്കി വന്ന കുറച്ച് ചെറിയ വെളുത്തുള്ളിയാണ്. കുറേ നാളായത്, സർജറിക്കൊക്കെ മുമ്പ് ഇരുന്നാണ്. അപ്പോൾ അതിരുന്ന് ഏകദേശം ഉണങ്ങി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അരച്ച് വെക്കാനായിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തോല് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് ഞാനിത് നന്നായിട്ട് കഴുകിയ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഞാനിത് അരച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാതെ ഇത് നമ്മുടെ കറിക്കൊക്കെ പൊളിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. തീരെ പൊടിയെന്ന് വെച്ചാൽ തീരെ പൊടിയായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഉപ്പും കൂടെ ചേർത്തത്, ചിലരൊക്കെ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. ഞാൻ ഓയിൽ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ഞാനിത് രണ്ടും മാത്രം, എത്ര നാൾ വേണമെങ്കിലും നമുക്കിതിരിക്കും. അത് ഞാനൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പൈനാപ്പിളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇട്ടുകൊടുക്കും. ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല, തിരിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. രണ്ട് ഭാഗത്തേക്ക്, രണ്ട് സൈഡിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു സ്നാക്ക് ഒന്ന് കഴിച്ച് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം, ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഒരു വെറൈറ്റിയാണ്. കുട്ടികളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും, നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് മടുക്കാതെ നമ്മൾ കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂടുതൽ ചേർക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റാകും നമ്മുടെ ഈ പൈനാപ്പിളിന്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ചേർത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. കുറച്ച് ഒരു 5 മിനിറ്റിന് താഴെ വെക്കാവുള്ളേ. ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് 5 മിനിറ്റ് കൂടുതൽ വെക്കരുത്. നമ്മുടെ 5 മിനിറ്റ് തന്നെ വെക്കരുത്. കാരണം പെട്ടെന്ന് അങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരുമാതിരി സോഫ്റ്റായിട്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകും, അങ്ങനെയും ചാൻസ് ഉണ്ട്. കഴിക്കാനായിട്ട് നമുക്കിത് വളരെ അങ്ങ് എന്താ പറയുക, സുഖം ഉണ്ടാകത്തില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് താഴെ വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാരയുടെ ഈ പാനി പോലെ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് കഴിക്കാനായിട്ടും നല്ല രസമാണ് കേട്ടോ. ഒരു നുള്ള് മാത്രം മതി ഉപ്പ്, ഒരു നുള്ളിൽ കൂടുതൽ ഉപ്പ് ചേർക്കരുത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. അതെന്തായാലും ചേർക്കണം കേട്ടോ. ഒട്ടും എരിവ് നമുക്ക് തോന്നുന്നില്ല, കാരണം ഈ പൈനാപ്പിളിന് നല്ല മധുരമാണ്, അതുപോലെ തന്നെ പഞ്ചസാരയും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില്ലി ഫ്ലേക്സിൻ്റെ എരിവ് നമുക്ക് തോന്നുകയില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇത് ഒഴിവാക്കണ്ട. ഈ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇതിവിടെ ചേർത്ത് നമുക്ക് വീണ്ടും തിരിച്ച് മറിച്ച് നോക്കിയിട്ട്
നല്ലവണ്ണം ഒന്ന് ഒരുപാട് മുരിഞ്ഞ് പോകരുത്. എന്നാൽ നല്ലവണ്ണം ഒന്ന് ഈ നമ്മൾ ചേർത്ത ചില്ലി ഫ്ലേക്സൊക്കെ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് പിടിച്ച് വരണം. അത് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേ കണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി അതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചൂടോടെ തന്നെ ഇതിൽ ഒന്ന് മുക്കി നമുക്കിത് കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പം ഞാൻ ചൂടോടെ തന്നെ, ചൂട് ഒരുവിധം തണുത്തിട്ടും നല്ലതാണ്, ചൂടോടെ തന്നെ ഞാനൊന്ന് കഴിക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. കിഡിലും ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഞാനിത് കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഓൺലൈനൊരു ഡ്രസ്സ് എടുത്താണ് കേട്ടോ. ഒരു ചുരിദാറാണ്. നല്ലൊരു സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമുക്കിത് കാണാനായിട്ട് ഒരുപാട് വിലയൊന്നും ആയില്ല. കറക്റ്റ് ഞാൻ ഓർമ്മിക്കുന്നില്ല വില. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. നെക്കൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഷോളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. പാൻറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പാൻറ്റ് നല്ലൊരു ക്ലോത്തും അത്യാവശ്യം തെറ്റില്ലാത്തതാണ് കേട്ടോ. നല്ലത് തന്നെയാണ്. ഷോളാണെങ്കിലും നല്ല വലിപ്പമുള്ള നല്ല ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഷോളാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ കാണാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇതാ കണ്ടോ, ഷോൾ നല്ല നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, ഒരുപാട് വിലയൊന്നും, നല്ല വലുപ്പമാണ് ഈ ഷോളിന് കേട്ടോ. നല്ല നീളമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി.